ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ലൈവില് ജിൻഡോയും ജാസ്മിനും തമ്മിൽ വൻ ഫൈറ്റ് നടക്കുവാണ്. ഇന്നലെ ജിൻഡോ എന്തോ തമാശ പറയുന്നതിനിടയിൽ ജാസ്മിന്റെ വീട്ടുകാരെ കൂടി പറഞ്ഞിരുന്നു. ഇത് കേട്ട അപ്സര ഇത് വന്ന് ജാസ്മിനോട് പറഞ്ഞു കൊടുക്കുന്നു. ഇത് പറഞ്ഞാണ് ഇപ്പോ അടി നടക്കുന്നത്. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്, ഇന്നലെ സിജോ ഇതുപോലെ എന്റെ വീട്ടുകാരെ പറഞ്ഞപ്പോൾ ഒരു നോട്ടം കൊണ്ട് ഞാനത് നിർത്തിച്ചതാണ്. അതുകൊണ്ട് വീട്ടുകാരെ ഇനി മേലാൽ പറഞ്ഞു പോകരുതെന്ന് ജാസ്മിൻ പറയുന്നു. എന്നാൽ ജാസ്മിൻ പറയുന്നത് ജിൻഡോ ആദ്യമൊക്കെ കേട്ടു നിന്നെങ്കിലും പിന്നീട് അത് നിർത്താതെ വീണ്ടും തുടർന്നപ്പോൾ ജിൻഡോന് ദേഷ്യം വരുന്നു. സഹിയിട്ട് ജിൻഡോ പറയുന്നുണ്ട്, നീ നിർത്തടി, നീ കുറെ നേരമായല്ലോ പറയുന്നത്, നീയും എന്നെ ഇങ്ങനെ ഓരോന്നും പറയാറുണ്ടല്ലോ, നീ ഇപ്പൊ നിർത്തുന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. ജാസ്മിനും ഈ കാര്യത്തിൽ അത്ര പിറകിലൊന്നുമല്ല. ജിൻഡോനെയും ജിൻഡോന്റെ വീട്ടുകാരെയും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ ഒരു വഴക്ക് നടക്കാനുള്ള തിരി കൊളുത്തിയ ആള് അപ്സരയാണ്. ജാസ്മിനും ജിൻഡോ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പലതും പറയാറുണ്ട്. പിന്നെ അപ്സരയുടെ കാര്യം, അപ്സരയുടെ ഇടക്കുള്ള ആ ഒരു പെരുമാറ്റം കാണുമ്പോൾ ഇതെന്താ വല്ല സീരിയലുമാണോ എന്ന് തോന്നിപ്പോകും. അപ്സരയെ ആദ്യ നാളുകളിൽ ആ ഒരു ക്യാപ്റ്റൻ ആയിരുന്ന സമയത്തൊക്കെ ഒരുപാട് പേർ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ പല നെഗറ്റീവ് സൈഡ്സും മറനീക്കി പുറത്തു വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇഷ്യൂലേക്ക് പോകുമ്പോൾ ലൈവ് കണ്ടവർക്കറിയാം, ജിൻഡോ ശരിക്കും ജാസ്മിന്റെ വീട്ടുകാരെ കളിയാക്കിയതല്ല. ജാസ്മിന്റെ വീട്ടുകാർ വന്നാൽ ഇവിടെ കാണിച്ചതിനൊക്കെ അവൾക്ക് ചിലപ്പോൾ നല്ല തല്ല് കിട്ടുമായിരിക്കും എന്നാണ് ജിൻഡോ പറയുന്നത്. ഇത് അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. ശരിക്കും പ്രേക്ഷകർ ചിന്തിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെ ജിൻഡോ പറഞ്ഞതും. എന്നാൽ അപ്സര അത് ജാസ്മിനോട് പറഞ്ഞപ്പോൾ ജാസ്മിന് വന്ന ദേഷ്യമാണ് ഇന്ന് ജിൻഡോനോട് തീർത്തത്. എന്തായാലും ജാസ്മിന്റെ ഫാമിലി വരാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ജാസ്മിന്റെ ഇത്തരം പ്രവൃത്തികൾ കണ്ട് ഹൗസിലെത്തുന്ന വീട്ടുകാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് കണ്ടറിയേണ്ടതുണ്ട്. പിന്നെ ജാസ്മിൻ ജിൻഡോനെ വിളിച്ച തെറി വിളികളും അസഭ്യ വാക്കുകളും വെച്ച് നോക്കുമ്പോൾ ജിൻഡോ പറഞ്ഞത് ഒന്നുമല്ല. ജാസ്മിൻ ജിൻഡോനെ വിളിച്ച തെറി വിളികളും ചീത്ത വാക്കുകളൊന്നും ഇന്നുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആരും വിളിച്ചിട്ടുണ്ടാവില്ല. ഇത്രയൊക്കെ ആരും ദ്രോഹിച്ചിട്ടുമുണ്ടാവില്ല. ഇനി ഹൗസിലുള്ളവരെ എടുത്തു നോക്കിയാൽ ജിൻഡോ ജാസ്മിനുമായി ജയിലിൽ വെച്ചും പുറത്തുമൊക്കെ വഴക്കുണ്ടായപ്പോൾ ജാസ്മിനെ തിരുത്തുന്നതിന് പകരം ജിൻഡോനോട് മിണ്ടാതെ ഇരിക്കാനാണ് എല്ലാവരും പറയുന്നത്. ഹൗസിലുള്ളവർ എല്ലാരും തന്നെ ജാസ്മിൻ ഇങ്ങനെ സപ്പോർട്ട് നിൽക്കുമ്പോൾ ജാസ്മിൻ തന്നെ വിചാരിക്കാം ചിലപ്പോൾ അവർ പറയുന്നതാണ് ശരിയെന്ന്. ഇതവരെ കുറെ കൂടി തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചേക്കും. എന്തായാലും ജിൻഡോ അതൊന്നും കേട്ടു നിൽക്കാൻ നിന്നില്ല, നല്ലോണം തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്.